ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ഗീതം പാടി പുകട്ടിടുന്നേ മനുവേലനെ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരന മണവാളനെ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരന മണവാളനെ അവനെന്റെ രക്ഷകൻ അവനെനിക്കുള്ളോ ബലമുള്ള ഗോപുരം അവത്തിൽ സങ്കേതം അവനെന്റെ അവനെനിക്കുള്ളോ ബലമുള്ള ഗോപുരമാവത്തിൽ സങ്കേതം അവന്റെ ചാരയോടിയണഞ്ഞവൻ ആശ്വാസമനുദിനവും അവന്റെ ചാരയോടിയണഞ്ഞവൻ ആശ്വാസമനുദിനവും സ്തുതിഗീതം പാടി പുകട്ടിടുന്നേ മനുവേലനെ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരന മണവാളനെ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരന മണവാളനെ അശുദ്ധിയെ നീക്കി ആനന്ദ സന്തോഷമെന്നകമേ തന്നരുളി അകൃത്യങ്ങൾ അകറ്റിയ അശുദ്ധിയെ നീക്കി ആനന്ദ സന്തോഷമെന്നകമേ തന്നരുളി ആദിയുഗ തേജസ്സിനഭിഷേകത്താലൻ ജയത്തോടെ നടത്തിയിടുന്നു ആദിയുഗ തേജസ്സിനഭിഷേകത്താലൻ ജയത്തോടെ നടത്തിയിടുന്നു സ്തുതിഗീതം പാടി പുകട്ടിടുന്നേ മനുവേലനെ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരന മണവാളനെ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരന മണവാളനെ അനുദിന ഭാരങ്ങൾ അവൻ ചുമന്നിടുന്നു അനവധി നന്മകൾ അളവന് തരുന്നു അനുദിന ഭാരങ്ങൾ അവൻ ചുമന്നിടുന്നു അനവധി നന്മകൾ അളവന് തരുന്നു അവനുപനിധി അവസാനത്തോളം കാക്കുവാൻ ശക്തനല്ലോ അവനുപനിധി അവസാനത്തോളം കാക്കുവാൻ ശക്തനല്ലോ സ്തുതിഗീതം പാടി പുകട്ടിടുന്നേ മനുവേലനെ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരന മണവാളനെ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരന മണവാളനെ
വഴിയതിദൂരം ബഹുവിധ തടസ്സം, എതിരികൾ വളരെ സഖികളിലധികം. വഴിയതിദൂരം ബഹുവിധ തടസ്സം, പരിഭ്രമിക്കുന്നില്ല മന്നവൻ യേശു എന്ന ഭയം. പരിഭ്രമിക്കുന്നില്ല മന്നവൻ യേശു എന്ന ഭയം. സ്തുതിഗീതം പാടി പുകഴ്ത്തിടുന്നേ മനുവേലനെ, ദൂതസ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. ദൂതസ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. മരണത്തെ ജയിച്ചവൻ ഉയരത്തിലുണ്ട്, അവിടെ എനിക്കൊരുക്കുന്ന ഭവനമൊന്നുണ്ട്. മരണത്തെ ജയിച്ചവൻ ഉയരത്തിലുണ്ട്, അവിടെ എനിക്കൊരുക്കുന്ന ഭവനമൊന്നുണ്ട്. ആ വീട്ടിലെന്നെ ചേർത്തിടുവാൻ മണവാളൻ വന്നിടുമേ. ആ വീട്ടിലെന്നെ ചേർത്തിടുവാൻ മണവാളൻ വന്നിടുമേ. സ്തുതിഗീതം പാടി പുകഴ്ത്തിടുന്നേ മനുവേലനെ, ദൂതസ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. ദൂതസ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. ദൈവത്തിന് സ്തോത്രം. മനോഹരമായൊരു നല്ല സന്ദർഭം ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. മനുഷ്യനെ ആശ്വാസം തരുന്ന, സമാധാനം തരുന്ന, സ്വസ്ഥത തരുന്ന ദൈവത്തിൻ്റെ വചനം കൂടെ കൂടെ കേൾക്കുവാൻ നമുക്ക് വലിയ ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവാണ് ഈ വചനത്തെ കൂടെ വ്യാപരിക്കുന്നത്. ദൈവഹിതമാണ് നമ്മളോട് അറിയിക്കുന്നത്. ദൈവത്തിൻ്റെ ആലോചന ശ്രദ്ധയോടെ നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്കത് പ്രവേശിച്ച് നമ്മുടെ ഹൃദയത്തിന് രൂപാന്തരം വരും. നിത്യജീവൻ്റെ അവകാശം നമുക്ക് ഈ ഭൂമിയിൽ വെച്ച് തന്നെ നമുക്ക് ലഭിക്കുകയും സമാധാനത്തോടെ അങ്ങേ രാജ്യത്തെ കടക്കാൻ കഴിയുകയും ചെയ്യും. നമ്മൾ വേദപുസ്തകത്തിലെ കൊരിന്ത്യർക്കെഴുതിയ 1-ാമത്തെ ലേഖനം അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം, ഒരു ചെറിയ വാക്യമാണ്, നമുക്കത് വായിക്കാം. ആ ദുഷ്ടനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളവീൻ. ആ ദുഷ്ടനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളവീൻ. പൗലോസ് അപ്പോസ്തലൻ ആത്മാവിൻ്റെ വലിയ ഗൗരവത്തോടുകൂടി കൊരിന്ത്യർ എഴുതിയിരിക്കുന്ന കൊരിന്ത്യരിലെ കൂട്ടായ്മയിലുള്ളവരോട് പറയുന്ന ഒരു കാര്യമാണ്, ആ ദുഷ്ടനെ നിങ്ങളുടെ ഇടയിൽ നീക്കളവീൻ. അതിന് മുകളിലോട്ട് വായിക്കുമ്പോൾ അറിയാം, ദുർനടപ്പുകാരോട് നമ്മൾ എങ്ങനെയാണ് കൂട്ടായ്മയിലുള്ളവർ അവരെ കൈകാര്യം ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മുടെ സമീപനം അവരോടെന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ ദുർനടപ്പും പാപത്തിൽ കഴിയുന്ന ലോകത്തിലെ മനുഷ്യരോടുകൂടി നമ്മുടെ സംസർഗം അരുതെന്നല്ല പറഞ്ഞത്. നമുക്ക് ഈ ലോകം വിട്ടു പോകാൻ പറ്റില്ലല്ലോ, നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കേണ്ടതാണ്. അപ്പോൾ ഈ ലോകത്തിൽ പല രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട്, പാപത്തെ സ്നേഹിച്ച് ജീവിക്കുന്നവരുണ്ട്. അവരോട് സംസർഗം എന്നല്ല, നമ്മുടെ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി നാം അവരുമായിട്ട് ഇടപെടേണ്ടി വരും. അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. എന്നാൽ അപ്പോസ്തലൻ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, എന്നാൽ സഹോദരൻ എന്ന് പേർപെട്ട ഒരുവൻ ദുർനടപ്പുകാരനോ അത്യാഗ്രഹയോ വിഗ്രഹാരാധിയോ വാവിഷ്ടക്കാരനോ മദ്യപനോ പിടിച്ചുപറിക്കാരനോ ആകുന്നുവെങ്കിൽ അവനോട് സംസർഗം. അപ്പോസ്തലൻ തൻ്റെ വചനം കൊണ്ട് ജനത്തിന് വചനം കൊടുത്ത് മാനസാന്തരപ്പെട്ട ഒരു കൂട്ടായ്മയിലെ ചിലരുടെ പ്രവൃത്തികളെ കണ്ടിട്ടാണ് ആത്മാവിൻ്റെ വലിയ തീക്ഷ്ണതയോടുകൂടി പറയുകയാണ്, ആ ദുഷ്ടത പ്രവർത്തിക്കുന്നവനെ നീക്കിക്കളയും. കൂട്ടായ്മയിൽ നീക്കളയാനാണ് പറയണത്. സ്നേഹമാണ്, തൽക്കാലത്തെക്കുറിച്ച് ശാസ്ത്രീയ ശിക്ഷണമാണ്. അതുകൊണ്ട് അവന് മനം തിരിയാൻ സാധിക്കുമെങ്കിൽ ആ വഴി ദൈവത്തിൻ്റെ ആത്മാവ് തിരഞ്ഞെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. എന്നേക്കുമായിട്ട് നഷ്ടപ്പെടുത്തി കളയുകയല്ല, ഒരു ശിക്ഷണം കൊടുക്കുന്നു. അവൻ പാപത്തിൽ ജീവിക്കുന്നത് അതിന് ഒരു വാണിംഗ് കൊടുക്കുകയാണ് അവിടെ ചെയ്ത്. ഈ ദുഷ്ടനെ നീക്കിക്കളയുക. അപ്പോസ്തലന് കർശനമായിട്ടങ്ങനെ ഇടപെടുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
ഈ സമ്മിശ്രമായി ഒരു കൂട്ടായ്മയിൽ ഇങ്ങനെ പാപം ചെയ്യുന്നവരും അല്ലാത്തവരുമായിട്ട് ജീവിച്ചു പോകുന്നത് ബുദ്ധിമുട്ടാണ്. നെല്ലും കളയും ഒരുമിച്ച് വളർന്നാൽ ക്ഷീണം നെല്ലിനാണ്. അത് അപ്പോസ്തലന് അറിയാം. അതുകൊണ്ട് കഴിയാവുന്നിടത്തോളം കള വളരാൻ അനുവദിക്കാതിരിക്കുകയാണ് നമുക്ക് ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കാര്യം. കളയെ നേരത്തെ തന്നെ എടുത്ത് കളയുകയാണ് വേണ്ടത്. ഇവിടെ വ്യക്തമായിട്ട് പറയുന്നു, ആരാണ് ദുഷ്ടൻ? വേദപുസ്തകത്തിലെ ദുഷ്ടൻ എന്ന് പറയുന്നത് അവിശ്വാസി എന്നാണ്. നമുക്കറിയാം, ഈ ദുഷ്ടനായ പിശാചിൻ്റെ നിയന്ത്രണത്തിലാകുന്നു, അല്ലെങ്കിൽ ദുഷ്ടനായ പിശാചിൻ്റെ ആലോചനയ്ക്ക് കീഴ്പ്പെടുന്നു. ദുഷ്ടനായ പിശാചിനെ നമ്മുടെ ഒരു അഡ്വൈസറായിട്ട് നമ്മൾ സ്വീകരിക്കുന്നു. അവൻ പറയുന്നതിനോട് നമുക്ക് ഒരിഷ്ടം, ഒരു ചായ്വ് വരുന്നു. അവൻ്റെ ആലോചന ചെയ്യുന്നത് നമുക്കൊരു ഇഷ്ടമായിട്ട് തോന്നുന്നു. അതിൻ്റെയും പിന്നെ ഒരു രഹസ്യമുണ്ട്, നമുക്ക് ആ പാപം ചെയ്യാനുള്ള താല്പര്യമുള്ളത് കൊണ്ടാണ്. നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ സ്വാഭാവികമായും ജന്മനാ തന്നെ പല പാപപ്രവണതകളുമുണ്ട്. പാരമ്പര്യമായിട്ടായിരിക്കാം, കൂട്ടുകാരിൽ നിന്നായിരിക്കാം, പല പാപശീലങ്ങളും നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നിട്ടുണ്ട്. പ്രവൃത്തിയായിട്ട് വരാം, അല്ലാതെയും വരാം. ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് ഒരു വലിയ ദൈവത്തിൻ്റെ ശത്രുവായ പിശാചാണെന്നുള്ളത് അനേകർ തിരിച്ചറിയുന്നില്ല. പിശാചിൻ്റെ ആലോചന എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ മക്കളെ എങ്ങനെയും പിന്മാറ്റത്തിലേക്ക് കൊണ്ടുവന്നിട്ട് അവൻ്റെ കസ്റ്റഡിയിലാക്കിയിട്ട് നിത്യയാതനാ സ്ഥലത്തേക്ക് കൊണ്ടുപോകണം. ഈ ഭൂമിയിൽ വെച്ച് തന്നെ അവനെ നിരാശ കൊടുത്ത്, ഭാരം കൊടുത്ത്, ദൈവത്തിന് വിരുദ്ധമായിട്ട് അവനെ ചിന്തിപ്പിച്ച് എന്നേക്കുമായി നാശത്തിലേക്ക് കൊണ്ടുപോകാനാണ് പിശാചിൻ്റെ തന്ത്രം. ഇത് അധികം പേരും മനസ്സിലാക്കുന്നില്ല. ദുഷ്ടനെ ആര് സ്വീകരിക്കുന്നു, അവരെ ദുഷ്ടൻ തന്നെയാണ് വിളിക്കുന്നത്. അവർ ദുഷ്ടന്മാരായി മാറുകയാണ്. അവർ ദൈവത്തിൻ്റെ ശത്രുക്കളായി മാറുകയാണ്. നമ്മുടെ ജീവിതത്തിലെ പാപം നാം അനുവദിക്കുന്നുവെങ്കിൽ, ഏത് രീതിയിലായിക്കോട്ടെ, പ്രവൃത്തിയിലായിക്കോട്ടെ, ചിന്തയിലായിക്കോട്ടെ, വികാരത്തിലായിക്കോട്ടെ, ആ ഹൃദയത്തിൻ്റെ അടിത്തട്ടിലായിക്കോട്ടെ, വല്ലപ്പോഴും ഒരു പാപം വരുന്നതായിക്കോട്ടെ, എല്ലാ പാപത്തിൻ്റെയും അടിസ്ഥാന കാരണം പിശാച് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെന്നുള്ളതാണ്. പിശാചിൻ്റെ ആലോചനയാണ് നമ്മൾ പാപമായിട്ട് വെളിയിൽ വരുന്നത്. അതിനും കാരണമുണ്ട്, നമുക്ക് ആ പാപത്തോട് താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് പാപത്തോട് നമുക്ക് താല്പര്യമുള്ളതുകൊണ്ടാണ് അവൻ്റെ പ്രേരണയ്ക്ക് നമ്മൾ കീഴ്പ്പെടുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് സകലതും വിട്ടുപിരിയണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം. സകലതും വിട്ടുപിരിഞ്ഞാൽ പിന്നെ പിശാചിനെ നമ്മളെ കീഴടക്കാൻ ബുദ്ധിമുട്ടാണ്. നമുക്ക് താല്പര്യമുള്ള വിഷയം അവനെ പരീക്ഷയായിട്ട് കൊണ്ടുവരുന്നു, നമ്മളതിൽ വീഴുന്നു. നമുക്കാർക്കും അതിനകത്ത് വലിയ തെറ്റോ കുറ്റമോ കുറ്റബോധമോ ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ ദുഷ്ടൻ കയറി വസിക്കാനുള്ളതല്ല നമ്മുടെ ഹൃദയവും നമ്മുടെ ശരീരവും. ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടതാണ് നമ്മുടെ ശരീരം. ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കാൻ വേണ്ടി ദൈവം മെനഞ്ഞ് കൊണ്ടുവന്ന ഒരു കൂടാരമാണ് ഞാനെന്ന് പറഞ്ഞ വ്യക്തി. ദൈവത്തിൻ്റെ ആത്മാവിന് സ്വാതന്ത്ര്യമായിട്ട് എന്നിൽ ഇറങ്ങി നിന്നുകൊണ്ട് വൻ കാര്യം ചെയ്യാനുണ്ട്. പ്രിയപ്പെട്ട ഒരു മനുഷ്യനെ ദൈവത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലാക്കി തീർക്കുക എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം അവനെ മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ എക്കാലത്തുള്ള ഒരു വലിയ ബൃഹത് പരിപാടിയാണ്. ഒരായുസ് മുഴുവനും നിലനിൽക്കുന്ന ഒരു യജ്ഞമാണ് ദൈവത്തിൻ്റേത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ അതിനുവേണ്ടി ആവലോട് ഓരോ മനുഷ്യൻ്റെ പിന്നാലെ ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ ജീവിതത്തിലെ പാപം നിസ്സാരമല്ല. അതിൻ്റെ പിന്നിൽ നിത്യമായ യാതനയുണ്ട്, നിത്യമായ നരകം അതിൻ്റെ പിന്നിലുണ്ട്. അതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു പിശാച് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുകയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. ഈ വചനസൂക്ഷമൊക്കെ എന്താണ്? ഈ വചനസൂക്ഷ നടത്തുന്നതിൻ്റെ പിന്നിൽ നമുക്ക് മനസ്സിലാകാത്തതായ കാര്യങ്ങൾ, നമ്മൾ ഗൗരവമായി ചിന്തിക്കാത്ത കാര്യങ്ങൾ, നമ്മളിൽ അധിവസിക്കുന്ന ആരാണെന്നുള്ളത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കി തരും. അത് സ്വീകരിക്കാൻ മനസ്സുള്ളവർക്കും വിനയപ്പെടുന്നവർക്കും മാത്രമാണ് തിരിയാൻ പറ്റുന്നത്. അനേകർ വചനം കേൾക്കുന്നുണ്ട്, പക്ഷേ ആ വചനത്തിന് വില കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് അനേകർ ഇന്നും പാപത്തിൽ കഴിയുന്നത്. ഇന്നിപ്പോൾ ഉള്ളൊരു കുഴപ്പമെന്ന് വെച്ചാൽ വലിയ പാപമൊന്നുമില്ല, പ്രകടമായ പാപമൊന്നുമില്ല. പിന്നെ ഒരു ചിന്തയിൽ ചിലപ്പോൾ ഒരു ദേഷ്യം വരും, ചിലപ്പോൾ ഒരു ഈർഷ്യ വരും, ചിലപ്പോൾ ഒരു ലോകചിന്ത വരും. അതൊക്കെ വലിയ തെറ്റൊന്നും അല്ലെന്ന് സ്വയം അനുമാനിക്കുകയാണ്, സ്വയം തീരുമാനിക്കുകയാണ്. അതും പിശാചിൻ്റെ ആലോചനയാണ്. ദുഷ്ടനായ പിശാച് അകത്തിരിക്കുന്നതുകൊണ്ടാണ് ദൈവവചനത്തെ ഡൈല്യൂട്ട് ചെയ്യുന്നത്. ദൈവവചനം ഉവ്വെന്ന് പറഞ്ഞാൽ ഉവ്വ്, ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല. അതിനപ്പുറം വരുന്നതെല്ലാം ദുഷ്ടനിൽ നിന്ന് വരുന്നെന്നാണ് പറയുന്നത്. ദുഷ്ടൻ്റെ ആലോചനയാണ് ദൈവം തരുന്ന വചനത്തിൻ്റെ ഗൗരവം ലാഘുപതിയാക്കുന്നത്.
സാരമില്ല, കുഴപ്പമില്ല, ഏറ്റു പറഞ്ഞാൽ മതി, ദൈവം ക്ഷമിക്കും, ദൈവം കരുണയുള്ള ദൈവം എന്ന് അനേകർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെയല്ല. ദൈവം പാപം ക്ഷമിക്കും, അത് ശരിയാണ്. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്, മേലിൽ പാപം ചെയ്യരുത്. നമുക്കറിയാം, വല്ലവണ്ണം പറഞ്ഞിട്ടുണ്ട്, ഇനി പാപം ചെയ്യരുത്. ഒരു സൗഖ്യം കൊടുത്ത മനുഷ്യനോട് പറഞ്ഞു, അധികം തിന്മയായത് ഭവിപ്പാതിരിപ്പാൻ മേലിൽ പാപം ചെയ്യരുത്. അപ്പോൾ പാപം ചെയ്യുക എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ഈ പിശാചിനെ ഹൃദയത്തിലേക്ക് നാം അക്കോമഡേറ്റ് ചെയ്യുകയാണ്. പിശാചിൻ്റെ അടിമനോഹത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അത് ദൈവത്തിന് സഹിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. ദൈവത്തിൻ്റെ കൈപ്പണിയായി മെനഞ്ഞിരിക്കുന്ന ഓരോ മനുഷ്യനും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കീഴ്പ്പെട്ടുകൊണ്ട് പിശാചിൻ്റെ നരകത്തിൻ്റെ സകലതിനോടും യാത്ര പറഞ്ഞ് അവന് ദൈവത്തിന് വസിക്കാൻ കൊള്ളാവുന്ന ഒരു മാനപാത്രമാക്കിയെടുത്ത് ഈ അകൃത്യം നിറഞ്ഞിരിക്കുന്ന ലോകത്തിൽ സാക്ഷ്യം വഹിച്ച് നിൽക്കാൻ വേണ്ടിയാണ്. 1. 2, ദൈവത്തിൻ്റെ ആലോചനപ്രകാരം, ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യനായി നിന്നുകൊണ്ട് ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ വചനം മറ്റുള്ളവർക്ക് കൊടുക്കുക. 1 സാക്ഷി ജീവിതം, 2 വചനം കൊടുക്കുക, അവരെ തിരുത്തുക, അവരെ നേർപാതയെ കൊണ്ടു നടക്കുക. അത് ദൈവത്തിനോട് വേർതിരിക്കപ്പെട്ട പരിശുദ്ധ നിറവുള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ, സാധാരണക്കാർക്ക് സാധിക്കുകയില്ല. എന്നാൽ അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്, ഒരിക്കൽ ദൈവവചനം കിട്ടി, അവന് പാപബോധം ലഭിച്ചു, അവന് മാനസാന്തരം ഉണ്ടായി, അവന് പാപക്ഷമ കിട്ടി, ഒരു ദൈവം അവനെ സ്നേഹിക്കുന്നു എന്നതിന് വ്യക്തമായിട്ട് ബോധ്യം വന്നു, ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് അവന് പാപത്തിന് മേൽ ജയം അവന് കിട്ടി, സുന്ദരമായൊരു ജീവിതം അനുഭവിച്ചു, ആർത്തുപാടി സ്തുതിച്ചു, സാക്ഷ്യം പറഞ്ഞു. ഇത്ര മനോഹരമായ, ഭാരമില്ലാത്ത, ആകുലമില്ലാത്ത, ടെൻഷനില്ലാത്ത, പാപം തൊടാത്തൊരു ജീവിതം അനുഭവിച്ചു. മിക്കവാറും എല്ലാ മനുഷ്യർക്കും അത് കിട്ടുന്നവരാണ്. എന്നാൽ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾ പതുക്കെ പിന്മാറ്റത്തിലേക്ക് വരുന്നു. വിട്ടുപോയ പാപങ്ങളെല്ലാം പിന്നെ ഇരച്ചു കയറി വരുന്നു. എന്താ കാര്യം എന്നറിയാമോ? ഇന്ന് അനേകർക്ക് മനസ്സിലാകാത്തൊരു സത്യമാണ്. നമുക്ക് ആദ്യ സ്നേഹം തരുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് ആ സ്നേഹം തന്നത് ആരാണ്, എങ്ങനെയാണ് എനിക്കത് കിട്ടിയത്, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ദൈവത്തിൻ്റെ അധ്വാനം എന്താണ്, അതിൻ്റെ പിന്നിൽ കാൽവർ ക്രൂശിൽ പിടഞ്ഞു മരിച്ചൊരു സ്നേഹത്തെ കാണാൻ കഴിയാതെ പോയി. ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടിയെന്നൊരു ധാരണയായിരിക്കും. കൂട്ടായ്മയിൽ വന്നപ്പോൾ എനിക്കത് കിട്ടി, അത്രേ ചിന്തിക്കുന്നുള്ളൂ. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ്, 2000 കൊല്ലത്തിന് മുമ്പ് അതിനുവേണ്ടി ജീവൻ ത്യജിച്ച ഒരു വലിയ സ്നേഹമുണ്ട്. പാപത്തിൻ്റെ ചുമടുകളെല്ലാം വഹിച്ച ഒരു സ്നേഹമുണ്ട്. എന്നെ വ്യക്തിപരമായി സ്നേഹിച്ച സ്നേഹം, എന്നെ കരുതിയ സ്നേഹം, നരകത്തിലേക്ക് പോകണ്ട എന്ന് ദൈവത്തിന് നിർബന്ധമുള്ളതുകൊണ്ട് എനിക്കതെല്ലാം തന്നു. ആദ്യ സ്നേഹം അനുഭവിച്ച അനേകരുണ്ട്. പക്ഷേ അത് നിലനിർത്താൻ ഏറെ കഴിയുന്നില്ല. എന്തു പറ്റുന്നു? ആദ്യ സ്നേഹം സൗജന്യമായി കിട്ടിയത് ഒരു സമയം കഴിയുമ്പോൾ നമ്മളിൽ നിന്നങ്ങ് മാറിപ്പോകുമ്പോൾ പാപം പിന്നെയും കയറി വരുന്നു. അപ്പോൾ നാം നിരാശപ്പെടുന്നു, ഭാരപ്പെടുന്നു. ഞാൻ വലിയ പ്രകടമായ പാപവും ചെയ്തില്ലല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ വന്നത്? ദൈവത്തോട് ചോദ്യം ചെയ്യുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദര, ദൈവം സ്നേഹമാണ്. ദൈവത്തെ ചോദ്യം ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മുടെ ആളത്തം പഴയതാണ്, നമ്മുടെ പ്രകൃതം പഴയാണ്, നമ്മുടെ തുരുത്തി പഴയതാണ്. ഈ പഴയ തുരുത്തിയിൽ ദൈവത്തിൻ്റെ ആത്മാവിന് അധികകാലം നിൽക്കാൻ പറ്റില്ല. പാപത്തിൻ്റെ അടിവേരുകൾ ഇവിടെ കിടക്കുന്നു, പാപത്തിൻ്റെ പ്രേരണ ഇവിടെ കിടക്കുന്നു. ഒരു അനുകൂല സാഹചര്യം വരുമ്പോൾ നാം പാപത്തിലേക്ക് പോകും, സംശയമൊന്നുമില്ല. നമ്മുടെ അടിസ്ഥാന ഘടന അതാണ്. അതുകൊണ്ടാണ് നാം ഈ ആദ്യ സ്നേഹം ലഭിച്ചു കഴിയുമ്പോൾ നാം ഇരുന്ന് ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്ന് എൻ്റെ കഴിഞ്ഞ കാലങ്ങൾ എന്തായിരുന്നു, ഞാൻ എവിടെയാണ് കിടന്നിരുന്നത്, ഞാൻ ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ എല്ലാം പരിഹാരം കർത്താവ് എങ്ങനെ വഹിച്ചു, എങ്ങനെ ഏറ്റെടുത്തു, അതിന് പിന്നിൽ ദൈവത്തിൻ്റെ കാര്യപരിപാടി എന്താണ്, ദൈവം എന്നെ ഇത്രമാത്രം സ്നേഹിച്ചത് എങ്ങനെയാണ്, കഴിഞ്ഞ കാലങ്ങൾ ഒന്നും ഓർക്കാതെ എന്നെ സ്നേഹിച്ചല്ലോ എന്നോർത്ത് നന്ദി വരേണ്ട സ്ഥലത്ത് ഇതൊന്നും ചെയ്യാതിരിക്കുന്നത് കൊണ്ട് എന്തു പറ്റും? നമ്മൾ പിന്മാറ്റത്തിലേക്ക് പോകുന്നു. പഴയ വിട്ടതെല്ലാം പിന്നെയും കയറി വരുന്നു. കർത്താവ് തന്നെ പറയുന്നുണ്ട്, 1 സ്ഥാനത്തെ 7 കയറി, അതിൻ്റെ പിന്നത്തെ അവസ്ഥ അതിനേക്കാൾ വഷളായിപ്പോയി എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള മനുഷ്യനെയാണ് ഇവിടെ ദുഷ്ടൻ എന്ന് പറയുന്നത്. പിശാചിന് വീണ്ടും ഇടം കൊടുത്തു. രക്ഷ കൊടുത്തുവെങ്കിലും, വചനം കൊടുത്തുവെങ്കിലും, മനസ്സാന്തരം കൊടുത്തുവെങ്കിലും, ആദിസ്നേഹം കൊടുത്തുവെങ്കിലും, പരിശുദ്ധാത്മാവിനെ ആസ്വദിച്ചുവെങ്കിലും, സമാധാനത്തിനൊരു ജീവിതം അനുഭവമായെങ്കിലും അതിന് വില കൊടുക്കാതെ, അതിന് ഗൗരവം കൊടുക്കാതെ പഴയ പോലെ തന്നെ ജീവിച്ച് ഈ ലോകത്തിലെ പല താല്പര്യങ്ങളിലേക്ക് വീണ്ടും പഴയിലേക്ക് ഇറങ്ങിപ്പോയ അവനാണ് ദുഷ്ടൻ എന്ന് പറഞ്ഞു. ദുഷ്ടൻ ഇടം കൊടുത്ത മനുഷ്യനാണ് ദുഷ്ടൻ. പ്രിയപ്പെട്ടവരെ, അനേകർക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും
വചനം കേട്ട് കഴിയുമ്പോൾ അവർക്ക് പിടി കിട്ടും. ദൈവത്തിന് സ്തോത്രം. പിതാവായ ദൈവത്തിൻ്റെ രക്ഷാപരിപാടി അവർ തിരിച്ചറിയാത്തവരാണ്. അവർക്ക് ഈ ലോകമാണ് വിഷയം. അതാണ് എൻ്റെ കാരണം. അവരുടെ ആത്മാവിൻ്റെ കാര്യത്തെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല. ദൈവസന്നിധിയിൽ ഇരുന്ന് ഇതൊക്കെ മനസ്സിലാവും. നാം പ്രാർത്ഥിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. എന്നെ സ്നേഹിച്ചൊരു സ്നേഹം, കർത്താവ് അതിന് കൊടുത്ത വില എന്താണെന്നൊക്കെ മനസ്സിലാവും. പക്ഷെ അതൊന്നും ഗൗരവമാക്കാതെ, വില കൊടുക്കാതെ വീണ്ടും പഴയതുപോലെ തന്നെ ജീവിക്കുമ്പോൾ ഈ പരിശുദ്ധാത്മാവ് നമ്മൾ ഇറങ്ങിപ്പോകുന്നു. കാരണം പാത്രം വിശുദ്ധമല്ല, ദൈവത്തിനറിയാം. അതുകൊണ്ട് പാത്രം വിശുദ്ധമല്ലാതിരിക്കുമ്പോഴും പാപം വരുമ്പോഴും അവൻ ചെയ്യേണ്ട ഒരു കാര്യം നിരാശപ്പെടാതെ, ഭാരപ്പെടാതെ ദൈവസേനയിലേക്ക് ചെന്ന് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് മനസ്സിലാകുന്നില്ല. അല്ലെങ്കിൽ മനസ്സിലാകുന്ന ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കുക. എന്താണ് വീണ്ടും പാപം വരുന്നത്? എല്ലാവരുടെയും ചോദ്യമാണ്. പാപം വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ദൈവസ്നേഹം മാറിക്കഴിഞ്ഞാൽ നീ പഴയ മനുഷ്യനാണെന്നും പഴയ ആളത്വമാണെന്നും അവനെ മനസ്സിലാക്കി കൊടുത്തിട്ട് അവനെ വീണ്ടും ദൈവത്തിലേക്ക് അടുക്കാനുമായിട്ട് അവനൊരാഗ്രഹം കൊടുക്കുകയാണ്. ഞാൻ ആഗ്രഹിച്ചാൽ, ഞാൻ തീരുമാനം എടുത്താൽ എൻ്റെ തീരുമാനം ദൈവം കാണും. എനിക്ക് പഴയ പോലെ വീണ്ടും ആ സമാധാനം എനിക്ക് തരും. ആദ്യ സ്നേഹം എനിക്ക് വീണ്ടും അനുഭവിക്കാൻ പറ്റും. എനിക്ക് വിടേണ്ടത് പിശാചിൻ്റെ അവകാശമുള്ള പാപത്തെയാണെന്ന് മനസ്സിലാക്കി പാപത്തോടുള്ള നമ്മുടെ മനോഭാവം മാറിയേ പറ്റുള്ളൂ. പാപം നമുക്കറിയാം, ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. പാപം നമുക്ക് ഇമ്പകരമായ കാര്യം തന്നെയാണ് പാപം. ജഡികമായ ഇമ്പങ്ങളുണ്ട്, ലോകത്തിന് സുഖങ്ങളുണ്ട്, സൗകര്യങ്ങളുണ്ട്, സ്ഥാനങ്ങളുണ്ട്, മാനങ്ങളുണ്ട്, പണമുണ്ട്, പ്രതാപങ്ങളുണ്ട്, ആഡംബര ജീവിതങ്ങളുണ്ട്. ഇതെല്ലാം ലോകത്തിൽ ലോകമനുഷ്യൻ ആസ്വദിക്കുന്ന കാര്യങ്ങളാണ്. ദൈവമക്കൾക്കും ഒരു പരിധി വരെ ദൈവം അതൊക്കെ അനുഭവിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു പരിധി വിട്ടാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള മനുഷ്യൻ പിന്മാറിക്കഴിയുമ്പോൾ അവന് ദൈവം കൊടുക്കുന്ന പേരാണ് ദുഷ്ടൻ. കാരണം ദുഷ്ടൻ്റെ അടിമനുഖത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം ദൈവം അവനെ കാണുന്ന ദുഷ്ടനായിട്ടാണ്. നമുക്കറിയാം, പിശാചിന് നമ്മൾ ഇണം കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ പിശാചിൻ്റെ വേലക്കാരായി മാറിപ്പോവുകയാണ്. വളരെ കൃത്യമാണ്. ഹവ്വ പാപം ചെയ്തു. അവൾ അടുത്ത പണി എന്താ ചെയ്യുന്നറിയാമോ? പാപം ചെയ്യാത്ത ആദാമിനെ കൂടെ പാപത്തിലേക്ക് വീഴിച്ചു. എന്നുടത്ത് തുടങ്ങിയ കാര്യമാണ്. ഇന്നും പാപത്തിൽ വസിക്കുന്ന മനുഷ്യൻ, അവൻ്റെ ഉള്ളിലെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ ഒരു മനുഷ്യനെ കൂടെ പാപത്തിലേക്ക് വീഴിക്കുക. അവൻ പിശാചിൻ്റെ ഏജൻ്റായി ഈ ഭൂമിയിൽ ജീവിക്കുകയാണ്. അവൻ ചെയ്യുന്ന ഓരോ കാര്യം അവൻ അറിയാതെയാണെങ്കിലും അവന് പിശാചിൻ്റെ അടിമപ്പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്താണ് മനുഷ്യൻ ദുഷ്ടനാകാനുള്ള കാരണം? എബ്രായലേഖനം 3-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അവിശ്വാസമെന്ന ദുഷ്ടഹൃദയം നിങ്ങൾ വരാതിരിപ്പാൻ നിങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളീൻ. ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയുന്ന അവിശ്വാസമെന്ന ദുഷ്ടഹൃദയം. പ്രിയപ്പെട്ടവർ, ഈ ദുഷ്ടഹൃദയം വരാൻ കാരണം അവിശ്വാസമാണ്. ഈ അവിശ്വാസം വന്നു കഴിഞ്ഞാൽ ദൈവം വളരെ ഗൗരവമായിട്ടാണ് കാണുന്നത്. ദൈവത്തെ തള്ളിപ്പറയേണ്ടി വരും. എന്താ ഈ അവിശ്വാസം എന്ന് പറയുന്നത്? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അവിശ്വാസം എന്ന് പറയുന്നത് ദൈവം മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി ചെയ്ത കാര്യപരിപാടിയിലുള്ള അവിശ്വാസം. ദൈവം മനുഷ്യനെ രക്ഷിക്കാൻ ഒരു പരിപാടി വെച്ചിട്ടുണ്ട്. എക്കാലത്തുള്ളൊരു പരിപാടിയാണ് പുത്രനിൽ കൂടിയുള്ള വീണ്ടെടുപ്പ്. മനുഷ്യന് സ്വതവേ അവൻ രക്ഷപ്പെടാൻ പറ്റില്ല. അവൻ്റെ പ്രവൃത്തി കൊണ്ട് അവൻ രക്ഷപ്പെടാൻ പറ്റില്ല. അവൻ്റെ പാപം അവന് മായ്ക്കാൻ പറ്റില്ല. യേശുക്രിസ്തുവിൻ്റെ രക്തം കൊണ്ടല്ലാതെ പാപം മാറുകയില്ല. കാരണം മനുഷ്യൻ ചെയ്യുന്ന ഓരോ പാപത്തിനും പരിഹാരം യേശുക്രിസ്തുവാണ് പരിഹാരം ഉണ്ടാക്കിയത്. അതെങ്ങനെ? അവൻ ആ പാപം ഏറ്റെടുത്തു. അവൻ പാപത്തിൻ്റെ ശിക്ഷ ഏറ്റെടുത്ത് മനുഷ്യവർഗത്തിൻ്റെ പാപം മുഴുവനും മാറ്റിക്കളഞ്ഞു. ഇത് അംഗീകരിക്കുന്നതാണ് വിശ്വാസം എന്ന് പറയുന്നത്. എന്നെ രക്ഷിക്കാൻ സ്വർഗം വിട്ടിറങ്ങി വന്നു. എന്നെ രക്ഷിക്കാൻ പിതാവായ ദൈവം പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു. അവനെ ക്രൂശിലേക്ക് വിട്ടത് എൻ്റെ പാപം ചുമക്കാനാണ്. എൻ്റെ പാപത്തിന് അവൻ പരിഹാരം വരുത്തിയിരിക്കുകയാണ്. അവൻ പ്രാർത്ഥിച്ചാൽ മാത്രമേ എനിക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടുകയുള്ളൂ. ആ പരിശുദ്ധാത്മാവുകൊണ്ട് മാത്രമേ എനിക്ക് പാപം ചെയ്യാതെ ഈ ഭൂമിയിൽ വിശുദ്ധനായി ജീവിക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ മാത്രമേ എനിക്ക് സ്വർഗരാജ്യം അവകാശമാക്കാൻ പറ്റുകയുള്ളൂ. ഈ ഭൂമിയിലും സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുകയുള്ളൂ. ഇത് വിശ്വസിക്കുന്നവന് മാത്രമേ ക്രൂശിൻ ചൂട്ടിലേക്ക് ചെന്ന് അവിടെ താളടിയാൻ പറ്റുള്ളൂ. അവന് മാത്രമേ സമർപ്പിക്കാൻ പറ്റുകയുള്ളൂ. അവന് മാത്രമേ വിടാൻ പറ്റുകയുള്ളൂ. ഇവിടെ പറ്റുന്ന എന്താണെന്ന് ചോദിച്ചാൽ അവനിതൊന്നും ചെയ്യാൻ അതിനുള്ള താല്പര്യമില്ല. തന്നെത്താൻ ത്യജിക്കുക എന്ന് പറഞ്ഞാലോ, ലോക സുഖങ്ങൾ വിടുക എന്ന് പറഞ്ഞാലോ, എൻ്റെ ദൈവത്തിന് സ്തോത്രം, സത്യത്തിന് വേണ്ടി മാത്രം നിൽക്കുക എന്ന് പറഞ്ഞാലോ, ക്രിസ്തുവിൻ്റെ സാക്ഷ്യം വഹിച്ച് ഇവിടെ നിൽക്കണം എന്ന് പറഞ്ഞാലോ ഒന്നും അവൻ്റെ തലയ്ക്കകത്തോട്ട് കയറില്ല. വെറും ചെടികരായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കാം. ദൈവത്തിന് സ്തോത്രം. എന്താണ് ഈ അവിശ്വാസം കൊണ്ടുവരുന്ന ദുഷ്ടൻ്റെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ജീവിതത്തിൽ നിന്ന് പാപം മാറില്ല. ഏതെങ്കിലുമൊക്കെ ഒരു ജീവിതത്തിൽ
അവരുടെ ജീവിതം കൊണ്ട് വെളിയിലേക്ക് മറ്റുള്ളവർക്ക് അനുഭവിക്കാൻ പറ്റുന്ന പാപമായിരിക്കും. സ്വന്തം ജീവിതത്തിലും പാപം നിറഞ്ഞുണ്ടെങ്കിൽ വേറോസ് പറഞ്ഞുകൊണ്ട് ആഞ്ഞടിക്കുന്ന കടൽത്തിര വരുമ്പോൾ നമുക്കറിയാം, കാര്യം നോക്കുമ്പോൾ നല്ല വെള്ളമാണെന്ന് തോന്നും, പക്ഷെ അത് മുഴുവൻ ആ ചെളി കലങ്ങിയ വെള്ളമായിരിക്കും. അത് കലക്കത്തിൻ്റെ വെള്ളമാണ്. അത് നിരന്തരം ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കും. ഒരു മനുഷ്യൻ അവൻ നോക്കിയാൽ അറിയാം, അവൻ്റെ ഉള്ളിൽ നിന്ന് ചിന്തകൾ കൊണ്ടും വികാരം കൊണ്ടും ആഗ്രഹം കൊണ്ടും അവൻ്റെ അവയവങ്ങളെല്ലാം പിശാച് ബന്ധിച്ചിട്ടിരിക്കുക. ആ അവയവത്തിൽ നിന്ന് വെളിയിലേക്ക് വരുന്ന മുഴുവൻ പാപമായിരിക്കും. അവനും അറിയാം. പക്ഷെ എൻ്റെ അടുക്കിലേക്ക് വരുന്നവർക്കും കൊടുക്കുന്നത് ഈ പാപപ്രേരണ മാത്രമാണ്. നമുക്കറിയാം, ഇന്നത്തെ ചെറുപ്പക്കാരൻ മുഴുവൻ തെറ്റിപ്പോകുന്നത് എന്തുകൊണ്ടാണ്? കൂട്ടുകാരാണ്. പുക വലിക്കാത്തവർ പുകവലിശീലത്തിലേക്ക് വരുന്നു, കഞ്ചാവ് വലിക്കാത്തവർ കഞ്ചാവിലേക്ക് പോകുന്നു. എന്തുകൊണ്ടാണ്? കൂട്ടുകാരുമാണ് ഇവരെ പ്രേരണ കൊടുക്കുന്നത്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. അതൊക്കെ വളരെ വശീകരണ വാക്കുകളാണ്. ഉപായത്താൽ പിശാച് സാത്താൻ ചതിച്ചു എന്ന് പറയുന്നുണ്ട്. ഹൗവ ഇങ്ങനെ ഒരു വലിയ കെടുതി വരുമെന്ന് വിചാരിച്ചിട്ടല്ല അവൻ്റെ വാക്ക് കേട്ടത്. ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് വിചാരിച്ചിട്ടൊന്നും അല്ല. പക്ഷേ ചതിയല്ലേ? അവൾക്കതിൽ രക്ഷപ്പെടാനുള്ള എല്ലാ കൃപയും ദൈവം കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവളെ തള്ളിക്കളഞ്ഞു. അവൾക്ക് പിശാചിനെ തിരിച്ചറിയാനുള്ള കൃപ ദൈവം കൊടുത്തിട്ടുണ്ട്. അവൾക്കതിൽ രക്ഷപ്പെടാനുള്ള എല്ലാ സൗഭാഗ്യങ്ങളും പരിശുദ്ധാത്മാവ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിനെ കവച്ചു വെച്ചുകൊണ്ട് പിശാചിൻ്റെ ആലോചനയ്ക്ക് ചെവി കൊടുത്തതാണ് അവൾക്ക് പറ്റിയ ഏറ്റവും വലിയ പരാജയം. അവൾ പിശാചിൻ്റെ ഏജൻ്റായി പിന്നീട് മാറി. ഇന്ന് ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യരും പിശാചിൻ്റെ ദുഷ്ടൻ്റെ ഏജൻ്റായി ഭൂമിയിൽ ജീവിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഒന്ന്, പാപം മാറില്ല. ഏത് രീതിയിൽ, അത് ചിന്തയിലായിക്കോട്ടെ, ലോകത്തിലേക്കുള്ളതായിക്കോട്ടെ, ജഡത്തിലേക്കുള്ളതായിക്കോട്ടെ, സ്വയത്തിൻ്റെ വ്യാപാരമായിക്കോട്ടെ, പാപം മാത്രമുള്ള ഒരു മനുഷ്യൻ. രണ്ടാമത്തെ കാര്യം, ഈ റോമർക്കിലെ ലേഖനം 10-ാം അധ്യായത്തിന് 3-ാമത്തെ വാക്യത്തിൽ വളരെ മനോഹരമായ ഒരു കാര്യമുണ്ട്. പ്രവൃത്തി ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നോക്കും. അവർക്കറിയാം അവരുടെ ജീവിതം കുഴപ്പമാണെന്നറിയാം. പിന്നെ എങ്ങനെ രക്ഷപ്പെടേണ്ടത്? ദൈവത്തിൻ്റെ രക്ഷാപരിപാടിയിലേക്ക് അവരുള്ള വിശ്വാസം മാറ്റിവെച്ചിട്ട് സ്വന്തം പ്രവൃത്തി കൊണ്ട് നല്ല പ്രവൃത്തി ചെയ്ത് പ്രവൃത്തി കൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിലെ മാനം ലഭിക്കും. അങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നോക്കും. റോമർക്കിലെ ലേഖനം 10-ാം അധ്യായത്തിന് 3-ാമത്തെ വാക്യം. അവർ ദൈവത്തിന്റെ നീതി അറിയാതെ, ദൈവത്തിൻ്റെ നീതി എന്താണെന്ന് അവർക്ക് അറിയാതെ, സ്വന്തം നീതി സ്ഥാപിപ്പാൻ സ്വന്തമായ നീതി അവരന്വേഷിക്കുന്നു. സ്വന്തമായി സ്വർഗത്തിൽ പോകാനുള്ള വഴി വെട്ടുന്നു. സ്വന്തമായി ദൈവത്തിൻ്റെ കാര്യപരിപാടിയെ വിട്ട്, രക്ഷാപരിപാടി വിട്ട്, സ്വന്തമായ അധ്വാനം കൊണ്ട് കർമ്മമാർഗത്തിൽ കൂടെ പ്രിയപ്പെട്ടവരെ രക്ഷയിലേക്ക് അടക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ കർത്താവ് പറഞ്ഞു, എല്ലാം കറ പുരണ്ട തുണിക്ക് സമം. മനുഷ്യൻ്റെ അധ്വാനം കൊണ്ട് ഒരിക്കലും മനുഷ്യനെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റില്ല. അവൻ്റെ അകത്തിരിക്കുന്ന ഈ ദുഷ്ടനെ മാറ്റാൻ ഒരിക്കലും സാധിക്കുകയില്ല. കാരണം അവൻ അധികാരമുള്ളവനാണ്, അവൻ കർശനക്കാരനാണ്. അവൻ ഓരോ മനുഷ്യനെയും അറുത്ത് മുടിച്ച് നരകത്തിലേക്ക് കൊണ്ടുപോകാൻ പരിപാടി ഇട്ടിരിക്കുമ്പോൾ സ്വന്തം പ്രയത്നം കൊണ്ടൊന്നും ഒരു മനുഷ്യനും ഈ പിശാചിനെ ആട്ടി പുറത്താക്കാൻ സാധ്യമല്ല. പിശാചിൻ്റെ മേൽ ജയമുള്ള ഒരുവൻ മാത്രമേ ഉള്ളൂ, കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. അവൻ ജയിക്കാൻ വന്നവനാണ്, പാപത്തെ തുടച്ചു നീക്കാൻ വന്നവനാണ്, ശത്രുവിൻ്റെ മേൽ ജയം കൊണ്ടാടിയവനാണ്, യൂദയുടെ സിംഹമാണ്. അവന് ജയമേ ഉള്ളൂ. അവൻ്റെ മുമ്പിൽ മരണം വഴിമാറിക്കൊടുത്തു, രോഗം വഴിമാറിക്കൊടുത്തു, ഭൂതങ്ങൾ വഴിമാറിക്കൊടുത്തു, അവൻ്റെ പ്രകൃതി പോലും അവൻ്റെ മുമ്പിൽ വഴിമാറിക്കൊടുത്തു. അവൻ ന്യായവിധി നടത്താൻ കഴിവുള്ളവനുമാണ്, സ്വർഗത്തിൻ്റെ അധികാരമുള്ളവനാണ്. ദൈവത്തിന് സ്തോത്രം. ആ കർത്താവിനെ ഒഴിവാക്കിയിട്ട് അവൻ്റെ പ്രവൃത്തി, മനുഷ്യൻ്റെ അവനവൻ്റെ നല്ല പ്രവൃത്തി ചെയ്ത്, നല്ല വേല ചെയ്ത്, മനോഗണ പ്രവൃത്തി ചെയ്ത് മറ്റുള്ളവരുടെ മുമ്പിൽ പോളിഷാകാൻ ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കുന്നു. പുറമേ അങ്ങനെയൊക്കെ ചെയ്യും, ഹൃദയം എല്ലാ വേണ്ടാതീനമുണ്ട്. ദൈവത്തിന് സ്തോത്രം. മൂന്നാമത്തെ കാര്യം, കഠിനപ്പെടുന്ന ഒരു ഹൃദയം. എബ്രായ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ നമുക്കറിയാം, പാപത്തിൻ്റെ ചതിയാൽ കഠിനപ്പെട്ടു പോയി എന്ന് പറയുന്നുണ്ട്. പാപം കൂടെ ചെയ്ത് കഴിയുമ്പോൾ സംഭവിക്കുന്ന ഏറ്റവും വലിയ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മുടെ ഹൃദയം തഴമ്പിക്കും. പാപത്തോടുള്ള സെൻസിറ്റീവ്നെസ് അങ്ങ് മാറും. എൻ്റെ ദൈവത്തെയാണല്ലോ ഞാൻ ദുഃഖിപ്പിക്കുന്നുള്ള ബോധം പോവും. എനിക്കറിയാം, ആ മുടിയൻ പുത്രൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ അവന് ഒരു കുറ്റബോധവും ഇല്ല. പക്ഷേ അവന് ദൈവം സുബോധം കൊടുത്തപ്പോൾ അവൻ പറയുന്നൊരു വാക്കുണ്ട്, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തെന്ന്. എന്തൊരു കാഴ്ചപ്പാട്! അത് പരിശുദ്ധാത്മ കൊടുക്കുന്ന കാഴ്ചപ്പാടാണ്. സ്വർഗത്തോട് ഞാൻ പാപം ചെയ്തു, എൻ്റെ അപ്പനോട് ഞാൻ പാപം ചെയ്തു, ഇനി ഞാൻ നിൻ്റെ മകനെന്ന് വിളിക്കാൻ ഞാൻ യോഗ്യനല്ലെന്ന് പറയുന്നു. എന്തൊരു പാപബോധമാണ്! സ്വർഗത്തോട് എങ്ങനെ പാപം ചെയ്യുന്നത്? അത് പരിശുദ്ധാത്മാ കൊടുക്കുന്ന കാര്യമാണ്. പാപം നിരന്തരം ചെയ്താൽ ഹൃദയം കഠിനപ്പെടും. പാപത്തോട് യാത്ര പറയാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് ആഹ്വാനം തരുമ്പോൾ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സ്വാധീനിക്കുമ്പോൾ നമ്മൾ ആ പാപത്തെ വിട്ടേ പറ്റുള്ളൂ. ആ പാപത്തെ വിടാതിരുന്നാൽ നമ്മുടെ ഹൃദയം കഠിനമാകും. നമ്മൾ പിന്നെ ന്യായം പറഞ്ഞുകൊണ്ടിരിക്കും.
ഇന്ന കാരണം കൊണ്ടാണ് മനുഷ്യനല്ലേ ബലഹീനല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതൊന്നും ദൈവസനേ വില പോകില്ല. വേദപുസ്തകം പറയുന്നത് ബ്ലൈൻഡഡ് ബൈ ദ ഗ്ലാമർ ഓഫ് സിൻ, പാപത്തിൻ്റെ ആ സുഖം കൊണ്ട് ആത്മകണ്ണ് കുരുടായിപ്പോയി. ഇല്ലൊന്നാലോചിച്ച് നോക്കിയാൽ നമ്മളെല്ലാം പാപത്തിൽ വീഴുന്നത് എന്തുകൊണ്ടാണ്? നമുക്കതിനോട് താല്പര്യമുണ്ട് പ്രിയരെ. അതാ ബ്ലൈൻഡഡ് ബൈ ദ ഗ്ലാമർ ഓഫ് സിൻ എന്ന് പറയും. പാപത്തിൻ്റെ ആ സന്തോഷം, പാപത്തിൽ കിട്ടുന്ന സുഖം, അതുകൊണ്ട് ദൈവത്തെ നമ്മൾ കാണാൻ പറ്റാണ്ടാവുന്നു. പാപം നിരന്തരം ചെയ്യുമ്പോൾ നമ്മുടെ ബന്ധനം മുറുകുന്നു, ദൈവത്തിൽ നിന്ന് നാം അകന്നു പോകുന്നു. നാലാമത്തെ കാര്യമാണ് ദൈവത്തിൻ്റെ സ്വസ്ഥത നമുക്ക് നഷ്ടപ്പെടുന്നു. ദൈവം തരുന്ന ഒരു സ്വസ്ഥതയുണ്ട്. അത് കാൽവറി ക്രൂശിൻ്റെ ചുവട്ടിലുള്ള സ്വസ്ഥതയാണ്. ഏത് മനുഷ്യനും അവൻ പാപത്തോട് യാത്ര പറഞ്ഞിട്ട് ആ കാൽപാത ചെന്നിരിക്കുമ്പോൾ ദൈവം കൊടുക്കുന്ന ഏറ്റവും വലിയൊരു പ്രിവിലേജാണ് ഒരു തകർന്ന ഹൃദയം, ഒരു നുറുക്കമുള്ള ഹൃദയം. എൻ്റെ കഴിഞ്ഞ കാലങ്ങളെല്ലാം ക്ഷമിച്ചു തന്ന സ്നേഹമേ, എൻ്റെ കഴിഞ്ഞ കാലമൊന്നും എന്നെ കണക്കിടാത്ത സ്നേഹമേ എന്ന് പറഞ്ഞിട്ട് ആ കാൽപാദത്തിൽ വീഴുന്ന ഒരു അനുഭവമുണ്ട്. മനുഷ്യന് ഈ പാവം ഇറക്കി വെക്കാൻ വേറെ എവിടെയെങ്കിലും പറ്റുമോ? സ്വന്തം ഭാര്യ കൂടെ ഉണ്ടെങ്കിലും പാവം ഏറ്റെടുക്കുമോ? ആരെങ്കിലും ഏറ്റെടുക്കുമോ? ഈ വിഴുപ്പ് ആരെ ഏറ്റെടുക്കും? ഒരാൾ മാത്രം, കർത്താവായ യേശു ക്രിസ്തു മാത്രം സന്തോഷത്തോടെ എല്ലാം ഏറ്റെടുക്കും. എൻ്റെ ക്രൂശൻ ചൂട്ടി ഇതെല്ലാം കൊണ്ട് വെച്ചേരെ, നിനക്ക് തിരിച്ചാൻ തരില്ല എന്ന് പറയും. ദൈവത്തിന് സ്തോത്രം. അധികാരമുള്ളവന് മുമ്പിൽ സ്വസ്ഥതയുണ്ട്, സമാധാനമുണ്ട്. എപ്പോഴും ആ ക്രൂശൻ ചൂട്ടിയിരിക്കാനാണ് നമ്മുടെ ആഗ്രഹവും സന്തോഷവും. സദൃശവാക്യങ്ങൾ 15:8 പറയുന്നുണ്ട്, ദുഷ്ടൻ്റെ ഹനനയാഗം യഹോവയ്ക്ക് വെറുപ്പാവുന്നു. പാപത്തിരിക്കുന്നവന് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവം പ്രാർത്ഥന കേൾക്കില്ല, പക്ഷെ കേൾക്കും. എനിക്ക് തെറ്റുപറ്റിപ്പോയി കർത്താവേ എന്നോട് ക്ഷമിക്കണമെന്ന് പറയുന്നൊരു വാക്ക് വന്നാൽ ദൈവം പ്രാർത്ഥന കേൾക്കും. അനുതാപത്തിൻ്റെ പ്രാർത്ഥന മാത്രമേ ദൈവം അംഗീകരിക്കുള്ളൂ പാപത്തിൽ കഴിയുമ്പോൾ. അല്ലാതെ ഒരു മനുഷ്യൻ്റെ ഒരു പ്രാർത്ഥന ദൈവം കേൾക്കില്ല. ദൈവത്തിന് സ്തോത്രം. എന്താണ് ഏറെ പരിഹാരം? വരം കേൾക്കുമ്പോൾ വിനയപ്പെടുക. എൻ്റെ ശരിയല്ല ശരി, ഞാൻ വിചാരിക്കുന്ന പോലെ അല്ല സ്വർഗരാജ്യത്തിൽ എത്തുക എന്ന് പറയുന്നൊരു കാര്യം വളരെ പ്രയാസമുള്ളതാണ്, എൻ്റെ കുഞ്ഞെറുക്കുള്ളതാണെങ്കിലും ഞാൻ ദൈവസന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ എനിക്ക് വഴി വിശാലമാക്കി തരുന്നൊരു നല്ല ദൈവമുണ്ട്, എന്നെ മാനിക്കുന്നൊരു ദൈവമുണ്ട്, സ്നേഹിക്കുന്ന ദൈവമുണ്ട്. എന്തെല്ലാം കഴിഞ്ഞ കാലങ്ങൾ വന്നാലും എല്ലാം കണക്കിടാത്തൊരു സ്നേഹം. ആ ക്രൂശിൻ ചൂട്ട് ചെന്നിട്ട് എല്ലാം തുറന്നേറ്റ് പറഞ്ഞുകൊള്ളുക, തീരുമാനം പറഞ്ഞുകൊള്ളുക. ഇനിയില്ല കർത്താവേ, ഞാൻ എൻ്റെ ജീവിതം ഞാൻ നിനക്കുള്ളതാണെന്ന് പറഞ്ഞ് സമർപ്പിക്കുമ്പോൾ എല്ലാം ദൈവം ക്ഷമിച്ചെന്ന് പരിശുദ്ധാത്മാവിനെ തന്നെ നഷ്ടപ്പെട്ടു പോയതെല്ലാം മടക്കി തരും. അങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവ് സഹായിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം.